ഹായ് ഹലോ. അപ്പൊ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാത്രിയിലത്തെ ഊണിന് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടായില്ല. ഉച്ചയ്ക്ക് ഞാൻ മാത്രം ഉള്ളത് കൊണ്ട് കറിയൊന്നും ഉണ്ടാക്കിയില്ല. രാത്രിയാണ് എല്ലാവരും ഉള്ളത്, മക്കളും മിക്കായൊക്കെ ഉള്ളത് രാത്രിയാണ്. അപ്പൊ രാത്രിയാണ് കറി ഉണ്ടാക്കാന്ന് കരുതി ഒരു 7:30 ആയപ്പോഴത്തേക്കും അടുക്കളയിൽ വന്നപ്പോഴാണ് 2-3 പഴം നന്നായിട്ട് പഴുത്തിരിക്കണം. അതവിടെ ഇരുന്ന് നാളത്തേക്ക് ചീഞ്ഞു പോകും. എങ്കിൽ പിന്നെ അതുകൊണ്ട് എന്തുണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഓർത്തത് അട ഉണ്ടാക്കാം. അട ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടം കേട്ടോ. ഏത് അടയാണെങ്കിലും ഇക്കായും പിള്ളേരും കഴിച്ചോളൂ. എങ്കിൽ പിന്നെ അട ഉണ്ടാക്കാന്ന് കരുതി അപ്പൊ തന്നെ അതിനെ രണ്ടാക്കി കട്ട് ചെയ്ത് സ്റ്റീമറിലേക്ക് ആവി കയറ്റി അത് വെന്തതിന് ശേഷം അതിനെ രണ്ടായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് പിന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പൊ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാലോ. അപ്പൊ ശർക്കരയും കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തു. പിന്നെ അപ്പൊ തന്നെ വേഗം പോയി തേങ്ങ ചിരണ്ടി അതിനകത്ത് ഏലക്കാപ്പൊടിയും നെയ്യും പൊടിയും എല്ലാം കൂടെ ഇട്ടങ്ങോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കണം നന്നായിട്ട്. പിന്നെ അതിനകത്തേക്ക് തേങ്ങ നെയ്യിൽ വറുത്ത് ഈ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ട് നല്ല ടേസ്റ്റാണ്. ഇവിടെ പിന്നെ ഈ കുട്ടികൾക്ക് അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നത് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് പിന്നെ ഞാൻ ചേർത്തില്ല. തേങ്ങ ചിരകിയാണ് ഇട്ടത്. പിന്നെ ഇല വെട്ടാനായിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ ഭയങ്കര മഴ. അപ്പൊ പിന്നെ ഇനി മഴ മാറിയിട്ട് വേണമല്ലോ. പിന്നെ അങ്ങനെ ഇരുന്ന് ഇടയ്ക്ക് മഴ ഒന്ന് തോർന്നപ്പോൾ പതുക്കെ ഇറങ്ങിപ്പോയി ഇല വെട്ടിക്കൊണ്ട് വന്നു. ഇല വെട്ടിക്കൊണ്ട് വന്ന് അത് ഓരോന്നായിട്ട് ഇലയിലേക്ക് വെച്ച് അത് സ്റ്റീമറിലേക്ക് വെച്ച് ആവി കയറ്റാൻ വെച്ചു. പിന്നെ അത്താഴത്തിന് കറി ഉണ്ടാക്കാൻ എളുപ്പവഴി നോക്കിയപ്പോൾ പരിപ്പ് കറിയും വെച്ച് മുട്ടയും വറുക്കാം, പിന്നെ പപ്പടവും വറുത്താം, കറിയായല്ലോ. അപ്പൊ തന്നെ വേഗം കുക്കറിലേക്ക് പരിപ്പ് അടുപ്പത്തേക്ക് വെച്ചു. അത് വെന്ത് വേണ്ട നേരം കൊണ്ട് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ച് മുളക് പൊടിയും വറ്റൽമുളകൊക്കെ ഇട്ട് അത് താളിച്ച് അത് മാറ്റി വെച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ അട വന്ന് എടുത്തുകൊണ്ട് പോകണം കേട്ടോ. അപ്പൊ ഇടയ്ക്ക് ഞാൻ ചോദിക്കണ്ടേ ഈ അട വെന്തോന്ന്. അവരോരോന്നോരോന്ന് പറക്കി പോയി തിന്നണ്ട. അപ്പൊ ഞാൻ എടുത്ത് നോക്കിയപ്പോ ചെറിയൊരു വേവിന്റെ ഒരു കുറവുണ്ട്. അന്ന് ഒന്നുകൂടെ അടുപ്പത്തേക്ക് വെച്ച് അത് വേവട്ടെ എന്ന് ഓർത്ത് അത് അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ മുട്ട വറുക്കാനായിട്ട് തക്കാളിയും സവാളയും കൂടെ വഴറ്റി അതിനകത്തേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാ മസാലകളൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് 2-3 മുട്ടയും കൂടെ അതിനകത്തേക്ക് കുത്തി ഒഴിച്ച് ചിക്കി എടുക്കട്ടെ ചെയ്തത്. പിന്നെ വൈകുന്നേരം ഞാൻ വഴുതനങ്ങ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ തോരനും മുട്ടയും പിന്നെ പപ്പടം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വറുത്തിട്ട് അത് ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല. പിന്നെ പരിപ്പ് കറി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇടയ്ക്ക് ഇവര് പറയണ്ട് ചോറ് വേണ്ട, അട തിന്ന് വയറ് നിറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തര് അട എടുത്തോണ്ട് പോയി തിന്നുക. പിന്നെ അപ്പൊ തന്നെ 9 മണിയൊക്കെ ആയപ്പോഴത്തോടും പിന്നെ ചോറ് വിളമ്പി. വഴുതന തോരനും മുട്ടത്തോരനും പിന്നെ വെളുത്തുള്ളി അച്ചാറ്, പപ്പടം, പരിപ്പ് കറി ഇതൊക്കെ ചേർത്ത് അടിപൊളി ഊണായിരുന്നു. എല്ലാരും കുറേശ്ശെ അട കഴിച്ചോളൂ. എല്ലാവർക്കും അട തിന്ന് തന്നെ വിശപ്പ് മാറിയായിരുന്നു. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.